ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനായി ആക്രമണം രൂക്ഷമാക്കി ഇസ്രയേൽ. ഇന്ന് മാത്രം 12 പേർ കൊല്ലപ്പെട്ടു. നഗരം വിടുന്നവർക്ക് 48 മണിക്കൂർ പ്രത്യേക കോറിഡോർ അനുവദിക്കുമെന്ന് ഇസ്രയേൽ പറയുന്നു. ഗാസ മുനമ്പിലെ ഏറ്റവും ജനനിബിഡമായ കേന്ദ്രമാണ് ഗാസ സിറ്റി. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വ്യോമാക്രമണം രൂക്ഷമാണ്. ഇന്നലെ മുതൽ കരയുദ്ധവും തുടങ്ങിയതോടെ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി. 3.5 ലക്ഷം പേർ ഇതിനോടകം തന്നെ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട്. കഴുതപ്പുറത്തും ട്രക്കുകളിലുമായി ജീവനും കൊണ്ടോടിയ മനുഷ്യർക്ക് നേരെയും ആക്രമണമുണ്ടായി. ഖാൻ യൂനിസിലെയും റഫേലെയും അഭയാർത്ഥികൾ താമസിക്കുന്ന അൽമവാസി ക്യാമ്പിലാണ് ഇവരും അഭയം തേടുന്നത്. ഈ ക്യാമ്പിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ചെറിയ കുട്ടികളെപ്പോലും നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഗാസയിലെ കാഴ്ചകൾ കണ്ടു നിൽക്കാനാവില്ലെന്ന് UN മിഷന്റെ ഭാഗമായി ഗാസയിലുള്ള മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 6 വയസ്സും 8 വയസ്സും 10 വയസ്സുമായ കുട്ടികൾ മരിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ നെഞ്ചത്ത് മുഴുവൻ വെടി കയറിയ ഒരു അരിപ്പ പോലെയായി മാറുകയാണ്. എങ്ങനെയാണ് കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാണെങ്കിലും ഗൗനിക്കാതെ നരഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ഗാസ കത്തുന്നു എന്നാണ് പുതിയ ആക്രമണം സൂചിപ്പിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മാസം അവസാനം അമേരിക്ക സന്ദർശിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.